നമ്മളിനി നടന്നു പോകുന്നത് നേരെ ഗംഗാ നദിയുടെ തീരത്തോട്ടാണ്. ഗംഗയിൽ ഇറങ്ങി കുളിച്ചാൽ പാപങ്ങളൊക്കെ തീരും എന്ന് കേട്ടിട്ടുണ്ട്. വെള്ളം നല്ലതുപോലെ കലങ്ങിക്കിടക്കുകയാണ്. കഴിഞ്ഞ ദിവസം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് കേട്ടത്. അടുത്തായിട്ട് കുറച്ച് കുട്ടികൾ ചെറിയ കുളത്തിൽ കുളിക്കുന്ന പോലെ വെള്ളത്തിലോട്ട് ചാടി കുളിക്കുന്നുണ്ട്. ചാടറാ കുളിയെല്ലാം കഴിഞ്ഞ് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഞാനും അജുപോലും അങ്ങോട്ടും ഇങ്ങോട്ടും 2 റൗണ്ട് നടന്നു. ഇവിടുത്തെ പ്രധാന ഒരു വിനോദമാണ് ഗംഗാ നദിയിലൂടെയുള്ള ബോട്ട് യാത്ര. ഏറ്റവും കുറഞ്ഞത് ഒരാൾക്ക് 400-500 രൂപയാവും ഒരു ബോട്ട് യാത്ര ചെയ്തു വരാൻ. ഗംഗാ നദിയുടെ അടുത്തായിട്ട് തന്നെ ഒരുപാട് പൂജാരിമാർ ഇരിപ്പുണ്ട്. പ്രധാനമായും ബലിതർപ്പണം ചെയ്യാൻ വരുന്നവർക്ക് വേണ്ടി പൂജാകർമ്മങ്ങൾ ചെയ്തു കൊടുക്കാനാണ് പൂജാരികൾ ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന രതീഷണൻ വേണ്ടപ്പെട്ടവർക്ക് ബലിച്ചോറ് സമർപ്പിച്ച് ഗംഗയിൽ ഒഴുക്കി. കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് അടുത്തുള്ള കടയിൽ നിന്ന് നല്ല കൂൾ ഡ്രിങ്ക്സും മേടിച്ച് കുടിച്ച് നമ്മൾ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. എല്ലാരും ഹാപ്പി അല്ലേ? എല്ലാരും ഹാപ്പിയാണ്. പ്രതീക്ഷിക്കാതെ കുറെ കാര്യങ്ങളല്ലേ? അതെ, ഇതൊട്ടും പ്രതീക്ഷിക്കാത്ത യാത്രയായിരുന്നു. ജാർഖണ്ഡിൽ നിന്ന് നേരെ പെട്ടെന്നൊരു തീരുമാനം എടുത്തു. ടിക്കറ്റ് റിസർവ് പോലും ചെയ്ത് ചാടിക്കയറി പോകും. അതെ അതെ കിട്ടുന്ന ഇച്ചിരി കൂടുതലാണെങ്കിലും പോകും വഴിയിൽ ഒരുപാട് ചെറിയ കടകളൊക്കെ ഉണ്ട്. വള, മാല, പൊട്ട്, രുദ്രാക്ഷം അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങാൻ കിട്ടും. കൂടാതെ ഒരുപാട് പേർ ഗംഗാ നദിയിൽ നിന്ന് വെള്ളമെടുത്ത് വീട്ടിലോട്ടൊക്കെ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ കൊണ്ടുപോകുന്നവർക്ക് കുടം, കുപ്പി, കന്നാസ് എല്ലാം ഇവിടെ നിന്ന് വാങ്ങാൻ ലഭിക്കുന്നതാണ്. കൂടാതെ ഇവിടെ ഒരുപാട് കള്ളസന്യാസിമാരെയും കാണാൻ കഴിയും. 10 രൂപ വേണം, 20 രൂപ വേണം, ആശീർവാദം തരാം എന്നൊക്കെ പറഞ്ഞാണ് ഈ ആരോഗ്യമുള്ള സന്യാസിമാർ പിച്ചെടുക്കുന്നത്. നമ്മുടെ കയ്യിൽ നിന്നും കിട്ടില്ലെന്ന് മനസ്സിലായപ്പോൾ അവരവരുടെ കാര്യം നോക്കി പോയി. കൂടാതെ ഒരുപാട് പേര് ചെറിയ ജോലികൾ ചെയ്ത് ജീവിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഈ കുറി തൊടൽ. പക്ഷെ പലരും പല റേറ്റിലാണ് കുറി തൊടുന്നത്. 10 രൂപ മുതൽ 50 രൂപ വരെയുള്ള ലേലം വിളി നമ്മൾ കേട്ടു. നമ്മൾ 10 രൂപയ്ക്ക് കുറിയടിക്കുന്ന ഒരാളെ കണ്ടുപിടിച്ച് കുറിയിട്ടു. ഈ ഒരു കുറി അടിക്കാനായിട്ട് നമ്മൾ ആദ്യം തിരക്കിയപ്പോഴത്തേക്ക് 50 രൂപ ഒരാൾക്ക് 50 രൂപ. ഇപ്പൊ 40 രൂപ. അതെ, 4 പേർക്കൂടെ 40 രൂപയുള്ളു. പറ്റിപ്പെന്ന് വെച്ചാ ഒന്ന് കണ്ണടച്ച് അടിച്ച് പറ്റിപ്പൊന്നല്ല, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഉള്ളൊരു സെറ്റപ്പാണ്. ഞാൻ യൂണിഫോമിലാണ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് സല്യൂട്ട് തരുന്നത്.